ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേഗം വരാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കുപ്പായം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊട്ടയക്കാം. ഇവിടെ ഒരു പൊട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുപ്പായത്തിനോടുള്ള മൽപ്പിടുത്തത്തിൻ്റെ ഇടയിൽ പറഞ്ഞു പോച്ചു. ഇനി മേക്കപ്പ് റിമൂവലാണ് ഭയങ്കര വലിയ പ്രോസസ്സ്. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നോക്കണം. നമ്മൾ ഹെയർ ഒന്ന് മുകളിലോട്ടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മേക്കപ്പ് അപ്ലൈ കൊടുക്കുക. അതാണ് ഈ ലൈറ്റ് വന്നത്. ഞാൻ എണ്ണയിലാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാറ്. എനിക്ക് എണ്ണ പ്രത്യേകിച്ച് ഞാൻ അലർജി ഉള്ള ആളൊന്നല്ല. എനിക്ക് എണ്ണയാണ് കൂടുതൽ കംഫർട്ട്. എൻ്റെ ഐലൈനറിന് കൊളോറസൻസിൻ്റെ ആ സംഭവത്തിന് എണ്ണേനെ പോലും പേടില്ല. ഇതെങ്ങനെ പോക്കും. ആദ്യം ഞാൻ ഡാഷ് ലൈനിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഐലൈനർ അപ്ലൈ ചെയ്തത്. അപ്പോൾ അത്രയും പ്രശ്നമായിട്ടുണ്ടോ. ഇതിങ്ങനെ എങ്ങനെ ചെറിഞ്ഞ് പോക്കണം. അപ്പോൾ നമുക്ക് പോക്കട്ടെ. ഒരു കരിഭൂതം കണക്കുണ്ട് എൻ്റെ ഫേസ് ഇപ്പം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു കോട്ടൺ വെച്ചിട്ട് ഇതിനെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തുണിയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഫേസ് തന്നെ ഇതിനകത്ത് പഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരികയാണ്. നമ്മൾ ഒന്നും കൂടി ഓയിലിട്ടിട്ട് മസാജല്ല, എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫേഷ്യൽ കിടപ്പുണ്ടെങ്കിൽ അതും കൂടി പൊക്കട്ടെ വിചാരിച്ചിട്ടാണ്. നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി ജോക്കർ ഇപ്പോഴാണ് നിങ്ങൾ മുഴുവൻ കാണുന്നത്. ഇതാണ് അപ്പം എൻ്റെ റോ ഫേസ്. ഇതാണ് എൻ്റെ ഫേസിലുണ്ടായിരുന്ന മേക്കപ്പ്. ഇനി നമ്മളൊന്നും കൂടി നന്നായിട്ട് ഓയിലിട്ടിട്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്തും കൂടി ഞാൻ കാണിച്ചു തരാം എത്രത്തോളം നമ്മളെ ഫേസിൽ ഡേർട്ട് ഉണ്ടാവുമെന്ന്. കാരണം എത്ര മുന്തിയ സാധനം കൊണ്ട് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞാലും അത്രയും ഉണ്ടാവും നമ്മുടെ ഫേസിൽ. ഒട്ടും മേക്കപ്പ് നമ്മളെ ഫേസിൽ പാടില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പരിപാടിക്ക് ഇതാക്കുമ്പോൾ അപ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ അതൊരു ഓയിലിൻ്റെ അതും കൂടി ഉണ്ട്. അപ്പോൾ അതും മുഴുവനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണൊക്കെ ക്ലീൻ ആയിട്ട് ഇനി ഫേസ് വാഷ് കൂടി ചെയ്യുമ്പോൾ ഓക്കെ ആവും. ലിപ്സിലൊന്നും ഒന്നുമില്ല. നെഹി നമ്മളൊന്നും കൂടി ഒരു ഫേസ് മസാജ് കൊടുക്കാം ഓയിലിട്ടിട്ട്.
അതായിരിക്കും ഞാൻ ഓയിൽ കുളിക്കുന്ന വ്യക്തിയാണ്. യെസ് ഗൈസ്, ഞാനൊരു ഓയിൽ ഗേളാണ്. എൻ്റെ ഫേസൊക്കെ അത്യാവശ്യം നല്ല ഫാറ്റി ഫേസ് ആയതുകൊണ്ട് എൻ്റെ ഫേസിൽ നല്ലോണം അല്ല ഒട്ടും ജോ ലൈൻ ഇല്ല എനിക്കൊന്നും. ഓയിൽ മസാജ് കഴിഞ്ഞ് നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്ത് തരാം ഗൈസ്. ഫേസ് അങ്ങനെ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് നോക്കാം. വളരെ സന്തോഷമുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഫേസൊക്കെ ഒന്ന് ഡ്രൈ എടുക്കാം. കണ്ണിൻ്റെ അകത്ത് പീലി എന്തോ പോയിരുന്നു. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഓൾറെഡി വിത്ത് മീ. ഞാൻ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സ്കിൻ കെയറും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു തിയറി വെച്ചിട്ട് ഞാൻ റോ ഫേസ് ആയിട്ടാണ് കിടന്നുറങ്ങേണ്ടത്. കാരണം രാത്രി കിടക്കുമ്പോൾ നമ്മളൊന്നും ഇടേണ്ടത് ആവശ്യമില്ല. ചിലർ മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെ ഇടും. ഞാൻ ചിലപ്പോൾ അല്ല, ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇട്ടിട്ട് കിടന്നുറങ്ങാറുണ്ട്. പക്ഷേ ഫേസിനകത്തൊന്നും ചെയ്യാറില്ല. അപ്പോൾ ബൈ ബൈ, ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്.